നമസ്കാരം സുഹൃത്തുക്കളെ, ഏവർക്കും അക്ഷയ കേരളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കേരളത്തിലെ ലക്ഷക്കണക്കിന് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളെയും അതുപോലെ കർഷകരെയും ബാധിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് വിശദമായി നമ്മൾ നോക്കാൻ പോകുന്നത്. ജൂലൈ മാസത്തെ പെൻഷൻ വിതരണം എങ്ങനെയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് എന്നുള്ള കാര്യം, ചിലർക്ക് തുക വൈകുന്നതിന്റെ കാരണം എന്താണ്, അതുപോലെ NSAP വിഹിതവുമായി ബന്ധപ്പെട്ട വിശദീകരണം എന്താണ്, അതുപോലെ കൂടാതെ കർഷകർക്ക് കാർഷിക യന്ത്രങ്ങൾ വാങ്ങാൻ 50 മുതൽ 80% വരെ സബ്സിഡി ലഭിക്കുന്ന പദ്ധതിയുടെ വിശദാംശങ്ങൾ, അതുപോലെ ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ളവർക്ക് 1000 രൂപ എന്നുള്ള സഹായം അതിന്റെ 2000 രൂപ ആക്കി എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ, അതുപോലെ PM കിസാൻ ഗുണഭോക്താക്കൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട KYC സംബന്ധിച്ച പ്രധാന അറിയിപ്പുകളും നമ്മൾ നോക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ആദ്യം ഒരു പ്രധാന സർക്കാർ തീരുമാനത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഗുരുതര രോഗങ്ങളായ വൃക്കരോഗം, അതുപോലെ ക്യാൻസർ, ക്ഷയരോഗം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന അർഹരായ ഗുണഭോക്താക്കൾക്ക് ലഭിച്ചിരുന്ന പ്രതിമാസ ധനസഹായം ഇനി വർദ്ധിപ്പിക്കുകയാണ്. മുൻപ് 1000 രൂപയായിരുന്നു, ഇപ്പോൾ അത് 2000 രൂപയാക്കി സർക്കാർ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ചികിത്സാ ചെലവ് കൂടുതലുള്ള രോഗികൾക്ക് ഇത് വലിയ ഒരു ആശ്വാസമായി മാറും എന്നതിൽ സംശയമില്ല. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, സ്വമേധയാ ഈ ആനുകൂല്യം ലഭിക്കണമെന്നില്ല. ബന്ധപ്പെട്ട വകുപ്പുകൾ നിശ്ചയിച്ചിരിക്കുന്ന അർഹതാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നവർക്ക് മാത്രമാണ് ഈ വർദ്ധിപ്പിച്ച സഹായം ലഭിക്കുക. അതുകൊണ്ട് നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കോ ഈ വിഭാഗത്തിൽപ്പെടുന്ന സാഹചര്യമുണ്ടെങ്കിൽ ബന്ധപ്പെട്ട ഓഫീസുകളിൽ നിന്ന് വിശദാംശങ്ങൾ പരിശോധിക്കുന്നത് നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന വിഷയമാണ്. ജൂലൈ മാസത്തെ പെൻഷൻ വിതരണത്തിന്റെ കാര്യം, അത് ഘട്ടം ഘട്ടമായി വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും നേരിട്ടും വിതരണം നടക്കുന്നുണ്ട്. ചിലർക്ക് ഇതിനോടൊപ്പം തന്നെ അക്കൗണ്ടിൽ പണം ലഭിച്ചിട്ടുണ്ടാവാം, മറ്റു ചിലർക്ക് ബാങ്കുകളുടെ പ്രോസസ്സിംഗ് സമയം അനുസരിച്ച് പിന്നീട് ലഭിക്കാനാണ് സാധ്യത. എല്ലാവർക്കും ഒരേ ദിവസം തുക ലഭിക്കില്ല എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കണം. ബാങ്ക് മാറുന്നതും ശാഖ വ്യത്യാസവും പ്രോസസ്സിംഗ് സമയവും മൂലം ചില ദിവസങ്ങളിലൂടെ വ്യത്യാസം സ്വാഭാവികമാണ്. അതുകൊണ്ട് ഒരു സുഹൃത്തിന് ലഭിച്ചു എന്ന് കരുതി സ്വന്തം അക്കൗണ്ടിൽ ഉടൻ വരാത്തത് കൊണ്ട് നിങ്ങൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ഇനി ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കാത്ത ചില ഗുണഭോക്താക്കൾക്ക് പിന്നീട് നേരിട്ടുള്ള വിതരണവും നടക്കാറുണ്ട്. സഹകരണ ബാങ്കുകൾ, പ്രാദേശിക വിതരണ സംവിധാനം, ഏജൻസികൾ എന്നിവ വഴിയാണ് ചില സ്ഥലങ്ങളിൽ വിതരണം പൂർത്തിയാക്കുന്നത്. പ്രദേശത്തിനനുസരിച്ച് തീയതികളിൽ ചെറിയ വ്യത്യാസം ഉണ്ടായേക്കാം. അതുകൊണ്ട് നിങ്ങളുടെ വാർഡ് മെമ്പർ, പഞ്ചായത്ത് ഓഫീസ് അല്ലെങ്കിൽ ബന്ധപ്പെട്ട വിതരണ ഉദ്യോഗസ്ഥർ നൽകുന്ന അറിയിപ്പുകൾ ശ്രദ്ധിക്കുക. ഇനി ഇപ്പോൾ മറ്റൊരു പ്രധാന വിഷയം, ചില ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ദേശീയ സാമൂഹ്യ സഹായ പദ്ധതിയായ NSAP മുഖേന ലഭിക്കുന്ന വിഹിതവും ഉൾപ്പെട്ടിരിക്കും. ചില സാഹചര്യങ്ങളിൽ ആദ്യഘട്ടത്തിൽ ലഭിച്ച തുകയിൽ ചെറിയ വ്യത്യാസം ഉണ്ടായതായി ഗുണഭോക്താക്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം. ഇത്തരം സാഹചര്യങ്ങളിൽ ബാക്കിയുള്ള വിഹിതം പിന്നീട് പ്രത്യേകമായി ക്രെഡിറ്റ് ചെയ്യുന്നതാണ് പതിവ്. അതുകൊണ്ട് ആദ്യമായി ലഭിച്ച തുക പ്രതീക്ഷയിനേക്കാൾ കുറവാണെങ്കിൽ പരിഭ്രാന്തരാകേണ്ട. അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസങ്ങൾ കൂടി കാത്തിരിക്കുന്നത് ഉചിതമായിരിക്കും. എന്നിരുന്നാലും ദീർഘകാലം ലഭിക്കാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ട ഓഫീസറുമായി ബന്ധപ്പെടുന്നത് നല്ലതാണ്. ഇനി പെൻഷൻ വാങ്ങുന്നവർ ചില കാര്യങ്ങൾ പരിശോധിക്കുന്നത് നല്ലതാണ്. ആധാർ ബാങ്കുമായി ശരിയായി ബന്ധിപ്പിച്ചിട്ടുണ്ടോ, അതുപോലെ ബാങ്ക് അക്കൗണ്ട് സജീവമാണോ, പേര്, ജനനതീയതി തുടങ്ങിയ വിവരങ്ങൾ പൊരുത്തക്കേടുണ്ടോ, അതുപോലെ അക്കൗണ്ടിൽ ഇടപാടുകൾ സാധാരണ നിലയിൽ നടക്കാറുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇത്തരം ചെറിയ സാങ്കേതിക പ്രശ്നങ്ങൾ പോലും വിതരണം വൈകാൻ കാരണമാവും. ഇനി കർഷകർക്കുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, കൃഷിയിൽ യന്ത്രവൽക്കരണം വർദ്ധിപ്പിക്കുന്നതിനായി സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് SMAM എന്ന പദ്ധതി. ഈ പദ്ധതിയുടെ ലക്ഷ്യം കർഷകർക്ക് ആധുനിക കാർഷിക ഉപകരണങ്ങൾ സ്വന്തമാക്കാൻ സാമ്പത്തിക സഹായം നൽകുക എന്നാണ്. ചെറുകിട കർഷകരും ഇടത്തരം കർഷകരും ഉൾപ്പെടെ നിരവധി വിഭാഗക്കാർക്ക് ഈ പദ്ധതി പ്രയോജനപ്പെടും. ഈ പദ്ധതിയുടെ പ്രധാന കാര്യങ്ങൾ, വിവിധ കാർഷിക യന്ത്രങ്ങൾ വാങ്ങുന്നതിന് 50% മുതൽ 80% വരെ സബ്സിഡി ലഭിക്കാനുള്ള വ്യവസ്ഥയാണ് ഇതിലുള്ളത്. എന്നാൽ എല്ലാ ഉപകരണങ്ങൾക്കും ഒരേ നിരക്കിലുള്ള സബ്സിഡി ലഭിക്കില്ല. യന്ത്രത്തിന്റെ വിഭാഗം, അപേക്ഷകന്റെ വിഭാഗം, കൃഷിയുടെ സ്വഭാവം, പദ്ധതിയുടെ വ്യവസ്ഥകൾ എന്നിവ അനുസരിച്ച് സഹായ നിരക്കിൽ മാറ്റമുണ്ടാവും. അതുകൊണ്ട് അപേക്ഷ സമർപ്പിക്കുന്നതിന് മുൻപ് ബന്ധപ്പെട്ട കാർഷിക ഓഫീസിൽ നിന്ന് കൃത്യമായ വിവരങ്ങൾ ഉറപ്പുവരുത്തുന്നത് നല്ലതാണ്. ഇനി ഈ പദ്ധതിയിലേക്കുള്ള അപേക്ഷാ സ്വീകരണം ആരംഭിക്കുകയാണ്. താല്പര്യമുള്ള കർഷകർ താമസിക്കാതെ തന്നെ അപേക്ഷ നൽകുന്നത് നല്ലതാണ്. അപേക്ഷിക്കുമ്പോൾ ആവശ്യമായ രേഖകൾ മുൻകൂട്ടി തയ്യാറാക്കി വെക്കുക. ഭൂമിയുടെ രേഖകൾ, തിരിച്ചറിയൽ രേഖകൾ,
അതുപോലെ ബാങ്ക് വിവരങ്ങൾ തുടങ്ങിയ ആവശ്യമായ രേഖകൾ എടുത്തു വെക്കുക. ഓരോ ജില്ലയിലും നടപടിക്രമങ്ങൾ ചെറിയ വ്യത്യാസം ഉണ്ടായേക്കുന്നതിനാൽ ഈ പ്രാദേശിക കാർഷിക ഓഫീസുമായി ബന്ധപ്പെടുക. സമയലാഭവും തൊഴിൽ ചെലവ് കുറയുന്നതും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതുമാണ് ഈ യന്ത്രവൽക്കരണത്തിന്റെ പ്രധാന കാര്യമെന്ന് എല്ലാവർക്കും അറിയാം. അതിനാൽ അർഹരായവർ ഈ അവസരം പ്രയോജനപ്പെടുത്തുന്നത് ഭാവിയിൽ നിങ്ങൾക്ക് വളരെയധികം എളുപ്പത്തിൽ തന്നെ കൃഷി ചെയ്യാൻ സഹായമാവും. അതുപോലെ തന്നെ നമ്മുടെ PM കിസാൻ പദ്ധതി, അടുത്ത ഗഡു പ്രതീക്ഷിക്കുന്ന എല്ലാ ഗുണഭോക്താക്കളും അവരുടെ വിവരങ്ങൾ ശരിയാണോ എന്ന് മുൻകൂട്ടി പരിശോധിക്കണം. പ്രത്യേകിച്ച് KYC പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ആധാർ വിവരങ്ങൾ, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, ഭൂമിയുടെ രേഖകൾ എന്നിവയിൽ പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ ഗഡു ലഭിക്കുന്നതിൽ കാലതാമസങ്ങൾ ഉണ്ടാവും. അതുപോലെ PM കിസാൻ പദ്ധതിയിൽ ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ കൃത്യമായി നിലനിർത്തുന്നതിനാണ് KYC സംവിധാനം ഉപയോഗിക്കുന്നത്. ഇത് പൂർത്തിയാക്കാത്തവർക്ക് ഭാവിയിൽ ഗഡു ലഭിക്കുന്നതിൽ തടസ്സമുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ മുൻകൂട്ടി നടപടികൾ പൂർത്തിയാക്കുന്നത് ഉചിതമാണ്. ഓൺലൈൻ സേവനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ചില സമയങ്ങളിൽ സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടായേക്കാം. അത്തരം സാഹചര്യങ്ങളിൽ പിന്നീട് വീണ്ടും ശ്രമിക്കുകയോ സമീപത്തെ സേവന കേന്ദ്രത്തിന്റെ സഹായം തേടുകയോ ചെയ്യാം. അതുപോലെ ഗഡു 24ാം ഗഡു വരുമെന്ന് പല മാധ്യമങ്ങളും സൂചിപ്പിക്കുന്നത് ഒക്ടോബർ മാസത്തിലാണ് വരുമെന്ന് സൂചിപ്പിക്കുന്നത്. കാരണം ഓരോ 4 മാസത്തിൽ ഒരിക്കലാണല്ലോ ഗഡു വിതരണം നടക്കുക. അതുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം പറയുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഈ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, ഞങ്ങൾക്ക് ഹൈപ്പ് ചെയ്തും ലൈക്ക് ചെയ്തും കമന്റ് ചെയ്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.